അപ്പോൾ രണ്ടാമത്തെ ടെക്സ്റ്റിൽ, അതായത് റൂറൽ സോഷ്യോളജി എന്ന ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റായ റൂറൽ സോഷ്യോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന പാഠത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യ ഒരു റൂറൽ കൺട്രിയാണ്. അതായത് കുറേ വില്ലേജുകളും ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ളൊരു സൊസൈറ്റിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ വില്ലേജുകളിലുള്ള ആളുകളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സോഷ്യോളജിക്കൽ ബ്രാഞ്ചാണ് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അതിൽ റൂറൽ ലൈഫിലുള്ള പ്രശ്നങ്ങൾ, കൾച്ചർ, റിലീജിയൻ, ഇക്കോണമിക്സ് ആൻഡ് പൊളിറ്റിക്സ്, അതൊക്കെ ആവശ്യമായിട്ട് ചർച്ച ചെയ്യും. അതാണ് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ സോഷ്യോളജിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ വില്ലേജിലത്തെ ആൾക്കാരൊക്കെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക, അതിലൂടെ ബാക്കിയുള്ള വലിയ സൊസൈറ്റികളുമായി അവർക്ക് ബന്ധപ്പെടാനുള്ള അവസരം ഒരുക്കുക എന്നതൊക്കെയാണ്. അതിന് ശേഷമൊക്കെ അതിനെ കുറിച്ച് തിയറികളും എന്തെങ്കിലുമൊക്കെയാണ് പറയുന്നത്. പിന്നെ ഡെഫിനേഷൻ ഓഫ് റൂറൽ സോഷ്യോളജിയിൽ ഓരോ ആൾക്കാരെ പേഴ്സൺസ് അവരുടെ ഡെഫിനേഷൻ കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. റൂറൽ സൊസൈറ്റി സ്റ്റഡി ഓഫ് ലൈഫ് ഇൻ ദ കൺട്രി സൈഡ്, അതായത് ചേരികളിലുള്ള മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫിനാണ് റൂറൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറേ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഓഫ് സോഷ്യലിസ്റ്റ്, അതായത് ആദ്യമായി തുടങ്ങിയത് 1820-ലാണ്. അമേരിക്കയിലാണ് ഈ സംഭവം സിസ്റ്റമാറ്റിക്കായിട്ടൊരു സയൻസായി രൂപം കൊണ്ടതെന്നാണ്. പിന്നീട് 50 വർഷത്തിന് ശേഷമാണ് അതൊരു അക്കാഡമിക് ഫീൽഡായി മാറിയത് എന്ന് പറയുന്നുണ്ട്. അത് 1907 അത് അങ്ങനെ ഒരു അക്കാഡമിക് ഫീൽഡിലേക്ക് മാറിയപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യയിൽ റൂറൽ കമ്മ്യൂണിറ്റി കുറച്ച് ലിറ്ററേച്ചർ ആയാലും എന്ത് കാര്യങ്ങളിലായാലും അവർ കുറച്ച് മുന്നോട്ട് വരാൻ തുടങ്ങിയത്. അതിന് പല പ്ലാനുകളും സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പല പ്രൊജക്റ്റുകൾ, നമ്മളെ ലാൻഡ് റിഫോംസ്, പിന്നെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ്, 5 ഇയർ പ്ലാൻസ്, പിന്നെ പഞ്ചായത്തി രാജ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ പ്ലാനിങ് കമ്മീഷനിലൂടെ രൂപപ്പെട്ട ഈ സംഭവങ്ങളൊക്കെ ഇതിനു വേണ്ടി നന്നായി സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളാണ് നമ്മളെ റൂറൽ സോഷ്യോളജിക്ക് സഹായിച്ച ആൾക്കാരാണ് ഡോക്ടർ DN മജുംദാർ, പ്രൊഫസർ NK ബോസ്, പിന്നെ MN ശ്രീവാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അടക്കമുള്ള ആൾക്കാരൊക്കെ. അതിനുശേഷം 19ാം സെഞ്ചുറിയിലാണ് റൂറൽ സോഷ്യോളജി ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു സോഷ്യോളജിൻ്റെ പ്രധാനപ്പെട്ട ഒരു പഠന ശാഖയായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. അവിടെ കുറച്ച് അടിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, റൂറൽ സോഷ്യോളജിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയ പഠനമായി മാറിയത് 19ാം സെഞ്ചുറി മാത്രമാണ്. അതിനുശേഷം പറയുന്നതൊക്കെ റൂറൽ സോഷ്യോളജിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. അതെങ്ങനെ വളർന്നു വന്നു, വലിയ സ്ഥാനത്തേക്ക് എത്തിയെന്നതിനെ കുറിച്ചാണ് അത് മൊത്തം പറയുന്നത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1912 ആയപ്പോൾ ഒരു CLC മിഷൻ എന്ന് പറഞ്ഞ മിഷൻ ഉണ്ടായി അമേരിക്കയിൽ, റൂസ്വെൽറ്റിൻ്റെ കീഴിൽ. അതിൽ ഏകദേശം 5 ലക്ഷം പേഴ്സൺസിന് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവിടുന്ന് കുറേ ഫൈൻഡിങ്സ് കണ്ടെത്തി. 1917 പിന്നെ റൂറൽ സൊസൈറ്റിൻ്റെ റിസർച്ചിന് വേണ്ടി ഒരു ടീമിനെ ഉണ്ടാക്കി. അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ ഓരോ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അവിടേക്ക് വരുന്നത്. ഏകദേശം പിന്നെ 1939 വേൾഡ് വാർ II ശേഷം ഹ്യൂമൻ ഹിസ്റ്ററിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അതിനൊക്കെ റൂറൽ സൊസൈറ്റിക്ക് കൂടുതൽ പഠനങ്ങൾ നടന്നു എന്നൊക്കെയാണ് മൊത്തം അതിന് ശേഷമുള്ള ചരിത്രങ്ങളാണ് മൊത്തം വിശദീകരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഷോർട്ടാക്കി പറയാം. അതായത് അമേരിക്കയിലെ വലിയൊരു പഠനം നടന്നതിന് ശേഷം അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിക്കൽ ബ്രാഞ്ചായി റൂറൽ സോഷ്യോളജി മാറി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ അതിൻ്റെ പഠനങ്ങൾ വന്നു. പിന്നീട് അതായത് ചിക്കാഗോ യൂണിവേഴ്സിറ്റി, പിന്നെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളെക്കുറിച്ച് പഠനങ്ങൾ വന്നു. പിന്നെ റൂറൽ സോഷ്യോളജിയുടെ സ്കോളേഴ്സ് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. പ്രധാനമായിട്ട് സെൻറ്റ് ഹെൻറി മെയിന്, അദ്ദേഹമൊക്കെ പ്രധാനപ്പെട്ട റൂറൽ സോഷ്യോളജിയിൽ പ്രധാനമായിട്ട് പഠനം നടത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊക്കെ ഈ റൂറൽ സോഷ്യോളജിനെ കുറിച്ചിട്ടൊക്കെ, ഇന്ത്യൻ റൂറൽ സോഷ്യോളജിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും ഇന്ത്യൻ വില്ലേജിനെ കുറിച്ചൊക്കെ പഠിച്ചു. പിന്നെ കുറേ സോഷ്യോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കുറിച്ചിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ച് രചന നടത്തുകയും ചെയ്ത ആളാണ്. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സോഷ്യോളജിക്കൽ കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പിന്നീട് വലിയ സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളായിട്ട് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ ചാൾസ് മെറ്റ്കാഫ് പ്രസൻറ്റഡ് ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഇന്ത്യൻ വില്ലേജ് ലൈഫിനെ കുറിച്ചിട്ട് പഠിച്ചൊരു പ്രസൻറ്റേഷൻ നടത്തിയത്. പിന്നെ
അങ്ങനത്തെ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ ഉണ്ടായിരുന്ന ഫെമിനെ കുറിച്ചിട്ടും അവരുടെ റൂറൽ സോഷ്യോളജി ലൈഫിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റഡി നടത്തുകയും വില്ലേജ് കമ്മ്യൂണിറ്റീസിൽ ഒരു പ്രയാസം നേരിടുന്നത് മനസ്സിലാക്കിയിട്ട് അവിടെ വില്ലേജ് കമ്മ്യൂണിറ്റീൻ്റെ കുറിച്ചുള്ള സ്റ്റഡീസുകൾക്ക് പ്രാധാന്യം നൽകുകയും അവിടെ എക്കണോമിക് ഇഷ്യൂസിന് പ്രാധാന്യം നൽകുകയും ചെയ്തു എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് തന്നെ പ്രധാനമായിട്ടും റൂറൽ ഡെവലപ്മെൻറ്റ് അനുസരിച്ചാണ് വികസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പഠനങ്ങൾ വിശദീകരണം നടന്നിട്ടുണ്ട്. അതായത് രാജ്യത്തിൻ്റെ ആത്മാവ് അതിൻ്റെ ഗ്രാമങ്ങളിലാണ് എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ ഓരോ ഗ്രാമങ്ങൾ വികസിക്കുന്നതിനനുസരിച്ചാണ് രാജ്യം വികസിക്കുക എന്നുള്ള ഒരു തീരുമാനങ്ങളെടുത്തു. പിന്നീട് 1916 എക്കണോമിക്സ് ആയ ഗിൽബർട്ട് സാൾട്ടർ പോലത്തുള്ള ആൾക്കാരൊക്കെ ഈ സെൻസസ് വില്ലേജുകളിൽ സെൻസസ് നടത്താനും എക്കണോമിക് സെൻസസ് നടത്താനും പിന്നെ അവിടെ സർവേ നടത്താനൊക്കെ വേണ്ടിയിട്ട് ആ തീരുമാനം എടുക്കുകയും പിന്നെ അവിടെയുള്ള ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനൊക്കെ തീരുമാനിച്ചു. പിന്നെ അഡ്മിനിസ്ട്രേഷന് ഇന്ത്യയെ കണക്കാക്കിയിരുന്നത് വെച്ചാൽ സ്മാൾ റിപ്പബ്ലിക് ആയിട്ടായിരുന്നു. അപ്പോൾ പക്ഷേ 19ാം സെഞ്ചുറി ആയപ്പോഴത്തേക്ക് അത് സെൽഫ് സഫിഷ്യൻ്റ് ആയി എന്നാണ് പറയുന്നത്. ഫോളോവിങ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയ സ്ഥലങ്ങളായി ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറി. പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഒരു സിസ്റ്റമാറ്റിക് ആയ ഫീൽഡ് ഓഫ് സ്റ്റഡി റൂറൽ സോഷ്യോളജി മാറിയത്. അതിൻ്റെ കുറേ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റൊക്കെ അതിനെ സഹായിച്ചിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മജുംദാർ, ഡ്യൂഡെ, പിന്നെ ബോസെ, മുഖർജി അങ്ങനത്തെ ആൾക്കാരൊക്കെ, ബെയ്ലി അങ്ങനത്തെ ആൾക്കാരൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ഹെൻറി എസ് മെയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്റ്റഡി ചെയ്ത് ലോയി പിന്നെ ഇമ്പോർട്ടൻ്റ് അങ്ങനത്തെ കുറേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുറേ വർഷങ്ങളിലായിട്ട് ഇതിനെക്കുറിച്ച് സോഷ്യോളജിനെ കുറിച്ചിട്ടൊക്കെ. പിന്നീട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്തിന് ശേഷം ഇന്ത്യയിൽ കുറേ സംഭവങ്ങൾ പിന്നീട് 1940 ആയപ്പോഴത്തേന് ഗ്രാമങ്ങളിൽ നടക്കുന്ന സർവേകൾ മൊത്തത്തിൽ നടക്കുന്ന സർവേകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂയെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സർവേകളായി മാറി. അതായത് ഉദാഹരണത്തിന് പറയാൻ ഇന്ത്യയിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ചർച്ചകളായി മാറി ഈ ചർച്ചകളൊക്കെ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് റൂറൽ സൊസൈറ്റിയിൽ ഫെമിനിനെ കുറിച്ചുള്ള ചർച്ച, ഫെമിനിനെ കുറിച്ചുള്ള സർവേകൾ, അങ്ങനത്തെ സർവേകളൊക്കെ. പിന്നീട് ഇന്ത്യൻ വില്ലേജ് എന്ന് പറഞ്ഞൊരു ബുക്ക് രചിച്ചിട്ടുണ്ട് പ്രൊഫസർ CS സുല്ലയുടെ കീഴിൽ. പിന്നെ റൂറൽ പ്രൊഫൈൽസ് DA മജുംദാറിൻ്റെ കീഴിൽ രചിച്ച കൃതിയാണ്. നേർ ദേശായി രചിച്ച കൃതിയാണ് റൂറൽ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ശേഷം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള സംഭവം പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം മൊത്തം പിന്നെ ഏകദേശം അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതവിടെ എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഗ്രാമങ്ങൾ പ്രധാനമായും അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോ പുരുഷനോ വർക്കില്ലാതെ ജീവിച്ചിരിക്കുക എന്നുള്ള അവസ്ഥയാണ്. അതായത് സോഷ്യോളജിക്കൽ ശാസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ വരുന്നതാണ് നാച്ചുറൽ സോഷ്യോളജി. റൂറൽ സോഷ്യോളജിൻ്റെ നാച്ചർ എന്താണെന്ന് ചോദിക്കുകയെന്ന് വെച്ചെങ്കിൽ റൂറൽ സോഷ്യോളജി നാച്ചർ എന്താ വെച്ചാൽ അത് സയൻറ്റിഫിക്കാണ്. അതായത് സയൻറ്റിഫിക് നാച്ചറാണ് റൂറൽ സോഷ്യോളജിക്ക് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ സയൻറ്റിഫിക് ആയ ടേമുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. സയൻറ്റിഫിക്കായ സ്റ്റഡിയാണ് അതിൽ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു സ്ട്രക്ചേർഡ് ആയ ഒരു സ്റ്റഡിയാണ് റൂറൽ സോഷ്യോളജി എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു സയൻറ്റിഫിക് നാച്ചുറൽ ഒരു സ്റ്റഡിയാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അത് സോഷ്യോളജിയുടെ ഒരു സബ് ഫീൽഡ് കൂടിയാണ്, സബ് ടോപ്പിക് കൂടിയാണ് റൂറൽ സോഷ്യോളജി എന്നുള്ളത്. സോഷ്യൽ സയൻസിൽ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണത്. അതുകൊണ്ട് തന്നെ അതൊരു സയൻറ്റിഫിക് നാച്ചറാണ് അതിനുള്ളത് എന്നാണ് നാച്ചുറൽ സോഷ്യോളജിനെ കുറിച്ച് പറയാൻ സാധിക്കുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് റൂറൽ സോഷ്യോളജി സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏകദേശം റൂറൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അതായത് പുതുതായി തുടങ്ങിയൊരു സോഷ്യോളജിൻ്റെ മേഖലയാണ്. പിന്നെ സയൻറ്റിഫിക് മെത്തേഡാണ്, ഇൻ്റർഡിസിപ്ലിനറി ഒക്കെ ഉണ്ട്. പിന്നെ ഈ ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള സ്റ്റഡി നടക്കുന്നത്. പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിൽ ക്യാരക്ടറിസ്റ്റിൽ നോക്കാൻ സാധിക്കുക. പിന്നെ സ്കോപ്പ് ഓഫ് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഹെഡിങ് എടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ റൂറൽ സോഷ്യോളജിൻ്റെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് മാറ്റർ എന്താണ്,
അതിൻ്റെ ബൗണ്ടറീസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്കോപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഏകദേശം അതിന് സയൻസ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ പിന്നീട് അതിൽ പ്രധാനപ്പെട്ട 4 ക്രിറ്റിസൈസേഷൻ മോഡൽ 4 പ്രധാനപ്പെട്ട ഒരു കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. പിന്നെ അതിൽ ഓരോന്ന് പറയേണ്ടത് റോളർ സൊസൈറ്റി സയൻസ് ആണോ ആർട്ടാണോ എന്നുള്ളൊരു വിഷയം. അത് എങ്ങനെയാണ് അതിനെ ആൾക്കാരെ നോക്കിക്കാണുന്നതനുസരിച്ചായിരിക്കും എന്ന് പറയുന്നൊരു പ്രശ്നം. റോളർ സോഷ്യോളജി സയൻറ്റിഫിക് ഫീൽഡാണ്. പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുന്നുണ്ട്. പിന്നെ റൂറൽ സോഷ്യോളജി വില്ലേജ് കമ്മ്യൂണിറ്റീസ് മാത്രമുള്ളതാണോ അതോ റൂറൽ ആൻഡ് അർബൻ ഏരിയസിന് ബാധകമാകുമോ എന്നുള്ള വിഷയം. പിന്നെ റൂറൽ സോഷ്യോളജി ഓൺലി വ്യത്യസ്തമായ ലോകൾ പരസ്പരം കൈമാറാൻ വേണ്ടി മാത്രമാണ് റൂറൽ സോഷ്യോളജി ഉപയോഗിക്കുന്നത്, അല്ലാതെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൈമാറുന്നില്ല എന്നൊരു വിഷയം. അങ്ങനത്തെ 4-5 വിഷയങ്ങൾ കോൺട്രവേഴ്സീസ് ആയിട്ടൊരു പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കോപ്പ് ഓഫ് സോഷ്യോളജിയുടെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഓരോ നമ്പർ വൈസ് ആയി ഇട്ടിട്ടുണ്ടാവും. സ്റ്റഡി ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് സ്കോപ്പ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ കമ്മ്യൂണിറ്റിയിലേക്ക് പഠിക്കും. പിന്നെ റൂറൽ സോഷ്യലിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി തരും, പഠിക്കും. പിന്നെ റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള പഠനം ഉണ്ടാവും. പിന്നെ സോഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ചുള്ള പഠനം. പിന്നെ ലുക്ക് അറ്റ് ദ ഇഷ്യൂ, അതായത് ഏത് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ പരമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ റൂറൽ സോഷ്യോളജിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. പിന്നെ റിലീജിയൻ ആൻഡ് കൾച്ചർ, അതായത് അവിടുത്തെ മതത്തെക്കുറിച്ചും കൾച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കലും റൂറൽ സോഷ്യോളജിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ റൂറൽ സോഷ്യൽ പ്രോസസ്സ്, അതായത് ആ സോഷ്യൽ സിറ്റുവേഷനിൽ എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടാവും, അതായത് എങ്ങനെയൊക്കെയാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കുന്ന ഒരു വിഷയം, ഒരു സബ്ജക്റ്റും പാടെ അത് സ്കോപ്പായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ സ്റ്റഡി ഓഫ് റൂറൽ സോഷ്യൽ കൺട്രോൾ, അപ്പോൾ സൊസൈറ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അവിടെയുള്ള റിലീജിയൻ നോംസ്, അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അവിടെയൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റൂറൽ സൊസൈറ്റിൻ്റെ കൺസെപ്റ്റ് സ്കോപ്പിൽ വരുന്ന സാധനങ്ങളാണ്. പിന്നെ സോഷ്യൽ ചേഞ്ച്, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ, മോഡേണൈസേഷൻ, അർബനൈസേഷൻ, ട്രാൻസ്പോർട്ടേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റം കൊണ്ടുവന്നു അവിടെ, അതൊക്കെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതൊക്കെ ഈ റൂറൽ സോഷ്യോളജിയിൽ പഠിക്കും. പിന്നെ സ്റ്റഡി ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ, അതായത് സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, അതായത് പല സ്ട്രാറ്റജികളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, അതായത് റൂറൽ സിവിലൈസേഷന്. പിന്നെ റൂറൽ സോഷ്യോളജി ഫുൾഫിൽസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രൊവൈഡ് ഡയറക്ഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷന് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയേണ്ടത്. പിന്നെ സ്റ്റഡി ഓഫ് റൂറൽ അർബൻ കണ്ടിന്യൂം. അപ്പോൾ ഈ റൂറൽ മേഖലകൾ, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഗ്രാമീണ മേഖലകൾ അങ്ങനെ അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക, അതായത് അതിന് വികസനമൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റഡി ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷനിൽ പെടും. പിന്നെ സ്റ്റഡി ഓഫ് റൂറൽ അർബൻ കണ്ടിന്യൂം ആൻഡ് കോൺട്രാസ്റ്റ്, അതായത് അർബനും റൂറലും ഏരിയകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് അതിപ്പോൾ സോഷ്യലി, എക്കണോമിക്, റിലീജിയസ് പരമായ വ്യത്യാസങ്ങളാവട്ടെ, ഇനിയിപ്പോൾ വില്ലേജ്, മെട്രോപോളിസ് തമ്മിലുള്ള വ്യത്യാസമാവട്ടെ, അതായത് അർബൻ പറഞ്ഞാൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ, ഈ റൂറൽ എന്ന വില്ലേജ് ഏരിയ ആണല്ലോ. അപ്പോൾ അതിന് തമ്മിലുള്ള ഒരു ബന്ധം അത് ഉണ്ടാക്കാൻ ഈ റൂറൽ സോഷ്യോളജി സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സ്റ്റഡി ഓഫ് പ്ലാനിങ്, പിന്നെ പ്രധാനമായിട്ടും ഈ ഓരോ പ്ലാനിങ് കമ്മീഷൻ്റെ രൂപീകരണം, അതായത് പഞ്ചായത്തി രാജ്, പിന്നെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ നാടുകളിലേക്ക് എത്താനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഈ റൂറൽ കമ്മീഷന് വളരെ സഹായകമാണ്. കാരണം പിന്നീട് സിഗ്നിഫിക്കൻസ് ഓഫ് റൂറൽ സോഷ്യോളജി അറിയുമ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്, അത് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു വില്ലേജിൻ്റെയും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ വില്ലേജുകളെ കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരു ശൈലിയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞത്. അപ്പോൾ സോഷ്യോളജി പഠിക്കുമ്പോൾ റൂറൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായ സ്റ്റഡി ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുന്നതിലൂടെ
സോഷ്യോളജി പഠിക്കുന്നത് തന്നെ പ്രധാനമാണ് റൂറൽ സോഷ്യോളജി എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് റൂറൽ സോഷ്യോളജി എന്നുള്ളിടത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, റൂറൽ പോപ്പുലേഷൻ ഈസ് ഇൻ എ മെജോറിറ്റി, അതായത് കൂടുതൽ ആളുകൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ വില്ലേജുകളായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ജീവിക്കുന്നത് വില്ലേജുകളിലാണ്. അപ്പോൾ വില്ലേജുകളെ 80% ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ റൂറൽ ഏരിയയിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിലൂടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച്, റൂറൽ ഏരിയയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് നോളജ് ഓഫ് വില്ലേജ് ലൈഫ്, അത് വില്ലേജ് ലൈഫിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും പൂർണ്ണമായ രൂപം നോളജ് നമുക്ക് തരുന്നതെന്നുള്ളതാണ്. പിന്നെ റൂറൽ റീഫോർമേഷൻ, അതായത് എന്തെങ്കിലും റീഫോർമേഷൻ നടത്തണമെങ്കിൽ, അതായത് പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ റൂറൽ ഏരിയാസിൻ്റെ കൂടുതൽ പഠിച്ചാലും, അതായത് റൂറൽ സോഷ്യോളജിനെ കുറിച്ച് പഠിച്ചാലും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ പ്രധാനമായിട്ടും താഴെയുള്ള സംഭവങ്ങളിലേക്കാണ് റൂറൽ ഏരിയയിൽ പ്രധാന റിഫോർമേഷൻ ആവശ്യമായ സ്ഥലങ്ങളാണ് അടിയിൽ പറയുന്നത്. അത് ഒന്നാമത്തെ ഓർഗനൈസേഷൻ റൂറൽ സോഷ്യോളജിക്ക് ഒരു ഓർഗനൈസേഷൻ വേണം. എക്കണോമിക്കൽ, സോഷ്യൽ, ഹെൽത്ത് സിറ്റുവേഷന്, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഷൻ വേണം. പിന്നെ എക്കണോമിക് ബെറ്റർമെൻറ്റ് വേണം, അതായത് സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, വില്ലേജ് പ്രോബ്ലംസൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എക്കണോമിക് ബെറ്റർമെൻറ്റ് വേണം. പിന്നെ ടെക്നോളജി ആൻഡ് സിസ്റ്റമാറ്റിക് നോളജ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ സൊല്യൂഷൻ ഓഫ് പാത്തോളജിക്കൽ സോഷ്യൽ വർക്ക്, അത് സോഷ്യൽ പ്രോബ്ലംസിനെ, വികാരപരമായ പ്രശ്നങ്ങളൊക്കെ, പാത്തോളജി പറഞ്ഞാൽ വികാരപരമായതൊക്കെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കണം. പിന്നെ എഡ്യൂക്കേഷൻ നൽകാൻ സാധിക്കണം. പിന്നെ പ്ലാനിങ് ഫോർ ഡെവലപ്മെൻറ്റിന് പ്ലാൻ ചെയ്യാൻ സാധിക്കണം. അങ്ങനത്തെയൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളാണ് ഇതിൽ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏകദേശം പാഠം അവസാനിച്ചു. ഇൻഷാ അല്ലാഹ്.